BC 324 വേനൽക്കാലത്ത് പുരാതന നഗരമായ ഒപ്പീസിന് സമീപമുള്ള ടൈഗ്രിസ് നദിയുടെ തീരം മഹാനായ അലക്സാണ്ടറുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഇതിനും 10 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം BC 334 തുടങ്ങിയ മാസഡോണിയൻ വീരന്മാരുടെ അപരാജിതമായ പടയോട്ടം ഗ്രീസ് മുതൽ ഇപ്പോഴത്തെ ഇന്ത്യ വരെ എത്തിയിരുന്നു. അവിടെ നിന്നും തിരികെ വന്ന ഈ വൻ സൈന്യവും അലക്സാണ്ടറും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ബാഗ്ദാദിനടുത്തെവിടെയോ നിലനിന്നിരുന്നതായി കരുതപ്പെടുന്ന പുരാതന നഗരമായ ഒപ്പീസിലാണ്. പക്ഷേ ഈ സൈന്യം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഗ്രീസ് മുതൽ ഇന്ത്യ വരെ നീണ്ടുകിടക്കുന്ന ഒരു ഏക സാമ്രാജ്യം എന്ന അലക്സാണ്ടറുടെ മോഹത്തിന് മങ്ങലേറ്റിരിക്കുകയാണ് ഇപ്പോൾ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെളിയിൽ നിന്നുള്ളവരല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം മാസഡോണിയൻ സൈന്യം തന്നെയാണ്. എണ്ണിയാലൊടുങ്ങാത്ത യുദ്ധങ്ങളിലൂടെയും സങ്കല്പിക്കാനാവാത്ത പ്രയാസങ്ങളിലൂടെയും അലക്സാണ്ടറെ പിന്തുടർന്ന മാസഡോണിയൻ പട്ടാളക്കാർ ഇപ്പോൾ കടുത്ത അതൃപ്തിയിലായിരിക്കുന്നു. പേർഷ്യൻ പട്ടാളക്കാരെ അവരുടെ അണികളിലേക്ക് സമന്വയിപ്പിക്കുകയും പേർഷ്യൻ സംസ്കാരത്തിന്റെയും ആചാരങ്ങളുടെയും ഘടകങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അലക്സാണ്ടറുടെ നയങ്ങളിൽ നിന്നാണ് അവരുടെ പരാതികൾ ഉടലെടുത്തത്. ഈ പിരിമുറുക്കം ഒപ്പീസിൽ ഒരു കലാപത്തിൽ കലാശിച്ചു. ഈ സന്ദർഭത്തിൽ അലക്സാണ്ടർ തന്റെ സൈനികരെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചു. ഈ സന്ദർഭം അലക്സാണ്ടറുടെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. തന്റെ വിശാലമായ സാമ്രാജ്യം നിലനിർത്താൻ ആവശ്യമായ സൂക്ഷ്മധാരണയും തന്ത്രങ്ങളും അലക്സാണ്ടറുടെ വാക്കുകളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തന്റെ സൈനികരുടെ വിജയങ്ങളും ഐക്യവും അവരുടെ ഭാവിയും തുലാസിൽ തൂങ്ങിയാടിയ നിർണായക സമയത്ത് മാസഡോണിയയുടെ ചരിത്രവും അവരുടെ കൂട്ടായ നേട്ടങ്ങളെക്കുറിച്ചും അവർ ഒരുമിച്ച് ചെയ്ത അഗാധമായ ത്യാഗങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ നിമിഷങ്ങൾ തിരഞ്ഞെടുത്തു. ഒരു രാജാവിന്റെ അധികാരത്തോടെയും ഒരു സഹസൈനികന്റെ സൗഹൃദത്തോടെയും അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകുന്നത് തടയാൻ വേണ്ടിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ അതിനു മുൻപേ ചില കാര്യങ്ങൾ ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു? ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കരുതിയത്? ന്യായമായും ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ പിതാവ് ഫിലിപ്പിൽ നിന്നും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പിതാവ് നിങ്ങളെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇലേറിയന്മാർക്കും ട്രൈബാലിയക്കാർക്കും ത്രേസ്യക്കാർക്കുമെതിരെ നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്ന കാലം. അന്ന് നിങ്ങൾ മലയോരങ്ങളിൽ ആടുകളെയും മേച്ചും ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിയുന്നവരുമായിരുന്നു. അദ്ദേഹം നിങ്ങളെ പർവ്വതങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് കൊണ്ടുവന്നു. ധരിക്കാൻ വസ്ത്രങ്ങൾ നൽകി ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റി. ഒളിച്ചിരിക്കാൻ അഭയം തരുന്ന ഗുഹകളെയും കോട്ടകളെയും വിട്ട് നിങ്ങൾ ആദ്യമായി സ്വന്തം വീര്യത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. നിങ്ങൾ നാഗരികതയുടെ അലങ്കാരങ്ങളായ നിയമങ്ങളോ ആചാരങ്ങളോ ഉൾക്കൊള്ളുന്ന ഒരു ജനതയായി മാറി. വെറും പ്രജകളോ അടിമകളുമായിരുന്ന അവസ്ഥയിൽ നിന്നും സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നവരായി ജീവിക്കാൻ തുടങ്ങിയ നിങ്ങൾ നിങ്ങളെ നിരന്തരം കൊള്ളയടിച്ചും ആക്രമിച്ചും കൊണ്ടിരുന്നവരുടെ യജമാനന്മാരായി മാറി. ത്രേസിന്റെയും മാസ്ഡോണിയയുടെയും ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കിയ എന്റെ പിതാവ് കടൽ വ്യാപാരങ്ങളും ഖനികളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ വരുതിയിലാക്കി മാറ്റി. നമ്മളുടെ ജനങ്ങൾക്ക് തൊഴിലുകളും സമ്പത്തും വർദ്ധിപ്പിച്ചു നൽകി. ഒരിക്കൽ നിങ്ങൾ മരണഭയത്തോട് മാത്രം നോക്കിക്കണ്ടിരുന്ന തെസലിയക്കാരെ നിങ്ങളുടെ പ്രജകളാക്കി മാറ്റി. ഗ്രീസിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിന്ന പോഷ്യൻ ജനതയെ ആട്ടിയൊടിച്ച അദ്ദേഹം ആ വഴികൾ വിശാലമാക്കി തീർത്തു. മാസഡോണിയെ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്ന അഥേനിയൻസും തീബൻസും ഇപ്പോൾ നമ്മുടെ സംരക്ഷണത്തിന് നിഴലിൽ അഭയം പാർത്തു കഴിയുന്നു. ഇവരെ കീഴടക്കുമ്പോൾ ഞാനും എന്റെ പിതാവിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് പെലോപോനീസിനെയും വരുതിയിലാക്കിയ എന്റെ പിതാവ് പേർഷ്യക്കെതിരായ പടയോട്ടത്തിൽ ഗ്രീസിന്റെ കമാൻഡർ ഇൻ ചീഫായി മാറി. എന്നാൽ ഈ മഹത്വം അദ്ദേഹത്തിൻ്റെത് മാത്രമായിരുന്നില്ല, അത് ഓരോ മാസഡോണിയക്കാരൻ്റേത് കൂടിയായിരുന്നു. നിങ്ങളുടേതും കൂടിയായിരുന്നു, അതിൽ നമ്മളുടേതും കൂടിയായിരുന്നു. എന്റെ പിതാവായ ഫിലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ ഇതൊക്കെയായിരുന്നു. അത് വളരെ വലുതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് നേടിയ നേട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ചെറുതാണെന്ന് ഓർത്തുകൊള്ളുക.
എന്തുകൊണ്ടെന്നാൽ എനിക്ക് എന്റെ പിതാവിൽ നിന്ന് അവകാശമായി ലഭിച്ചത് സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ കുറച്ച് പാത്രങ്ങൾ മാത്രമായിരുന്നു. ഞാൻ അധികാരമേൽക്കുമ്പോൾ ഖജനാവിൽ 60 താലന്ത് പോലും ഇല്ലായിരുന്നു. എന്റെ പിതാവായ ഫിലിപ്പ് ഖജനാവിലേക്ക് കൊടുക്കാനുള്ള 500 താലന്ത് കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥനായിരുന്നു. വെറും 800 താലന്ത് പോലും നൽകി പിന്തുണയ്ക്കാൻ കഴിയാത്ത ഒരു രാജ്യത്ത് നിന്നുമാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത്. പേർഷ്യക്കാർ കടലിൽ അപ്രമാദിത്വം പുലർത്തിയപ്പോഴും ഞാൻ നിങ്ങളെയും കൊണ്ട് ഹെല്ലസ്പോണ്ട് കടന്നു വന്നു. ഡാരിയസിന്റെ ഗവർണർമാരെ നമ്മുടെ കുതിരപ്പടയാളികൾ കീഴടക്കിയതിനു ശേഷം അയോണയും ഇയോലീസും ലിഡിയയും ഫ്രിയാസും ഒക്കെ നമ്മുടെ സാമ്രാജ്യത്തോട് നമ്മൾ ചേർത്ത് നിർത്തി. നമ്മൾക്ക് കീഴടങ്ങിയ എല്ലാ സ്ഥലങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയ സമ്പത്തൊക്കെയും വിനിയോഗിക്കാനുള്ള അവസരവും ഞാൻ നിങ്ങൾക്ക് നൽകി. യുദ്ധം ചെയ്യാതെ ഞാൻ സമ്പാദിച്ച ഈജിപ്തിലെയും സിറിയയിലെയും സ്വത്തുക്കൾ നിങ്ങളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സെലീസറിയ, ഫലസ്തീൻ, മെസപ്പൊട്ടോമിയ എന്നീ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ സ്വത്താണ്. കൂടാതെ ബാബിലോണും ബാക്ട്രിയയും സൂസയും നിങ്ങളുടേതാണ്. ലിഡിയക്കാരുടെയും പേർഷ്യക്കാരുടെയും ഇന്ത്യക്കാരുടെയും അളവറ്റ സമ്പത്തുകളെല്ലാം നിങ്ങളുടേത് മാത്രമാണ്. അതുപോലെ തന്നെ പുറംകടലും ഇപ്പോൾ നിങ്ങളുടെ അധീനതയിലാണ്. നിങ്ങളിപ്പോൾ ഗവർണർമാരും ജനറൽമാരും ക്യാപ്റ്റന്മാരും കൂടിയാണ്. ഈ അധ്വാനങ്ങൾക്കൊക്കെ ശേഷവും ഈ ധൂമ്രവസ്ത്രവും കിരീടവും അല്ലാതെ എന്താണ് ഞാൻ എനിക്കായിട്ട് മാത്രം കരുതി വെച്ചത്? നിങ്ങളുടെ ഈ സ്വത്തുക്കളോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഈ വസ്തുക്കളോ അല്ലാതെ ഞാനൊന്നും എനിക്ക് വേണ്ടി സ്വായത്തമാക്കിയിട്ടില്ല. ആർക്കും എന്റേത് മാത്രമായ നിധികൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുമില്ല. വ്യക്തിപരമായി ഇതെല്ലാം എന്റേത് മാത്രമാക്കി മാറ്റണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും താല്പര്യവുമില്ല. കാരണം ഞാൻ നിങ്ങൾ കഴിക്കുന്ന അതേ അളവിൽ ഭക്ഷണം കഴിക്കുകയും അതേ അളവിൽ ഉറങ്ങുകയും ചെയ്യുന്നു. അതല്ലാതെ എന്റെ പ്രതിഫലം നിങ്ങളുടെ കൂട്ടത്തിൽ ആഡംബരത്തോടുകൂടി ജീവിക്കുന്നവരുടെ തുല്യമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് വേണ്ടി ഞാൻ പല രാത്രികളിലും നിങ്ങളുടെ കൂടാരങ്ങൾക്ക് വെളിയിൽ കാവലിരുന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. എങ്കിലും നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം, നിങ്ങൾ അധ്വാനവും ക്ഷീണവും സഹിക്കുന്നതിനിടയിൽ അധ്വാനവും ക്ഷീണവും പങ്കിടാതെ ഞാൻ നിങ്ങളുടെ നേതാവായി ഇതെല്ലാം സ്വന്തമാക്കിയെന്ന്. അലക്സാണ്ടറിന് വേണ്ടി അവർ കൂടുതൽ പ്രയത്നിച്ചു എന്ന്. സംശയമുള്ളവർ കടന്നു വരും. യുദ്ധങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളിലേറ്റ മുറിവുകൾ കാണിച്ചു തരും. ഞാൻ എന്റെ മുറിവുകൾ കാണിക്കാം. എന്റെ ശരീരഭാഗങ്ങളിൽ ഒരിടത്ത് പോലും മുറിവുകളുടെ പാടുകൾ ഇല്ലാതെയില്ല. അസ്ത്രങ്ങളും വാളുകളും കല്ലുകളും കുന്തങ്ങളും കൊണ്ടേറ്റ മുറിപ്പാടുകളാൽ എന്റെ ശരീരം മുഴുവൻ മൂടപ്പെട്ടിരിക്കുന്നു. എങ്കിലും കടന്നു വന്ന കരയും കടലും നദികളും മലകളും സമതലങ്ങളും കീഴടക്കിയവനായി ഞാൻ നിങ്ങളെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിവാഹങ്ങൾ ഓരോന്നും നമ്മളെല്ലാവരും ഒന്നുപോലെ ആഘോഷിച്ചു. നിങ്ങളിൽ പലരുടെയും മക്കൾ എന്റെ സഹോദരങ്ങൾ കൂടിയാണ്. ഓർക്കുക, ഓരോ രാജ്യവും പട്ടണങ്ങളും കൊള്ളയടിച്ച് മുന്നേറുമ്പോഴും നിങ്ങൾ മാസഡോണിയയുടെ ശമ്പളക്കാർ കൂടിയായിരുന്നു. ഇത്രയധികം സമ്പത്ത് നിങ്ങൾ ശേഖരിച്ചുവെങ്കിലും നിങ്ങൾ വരുത്തിവെച്ച കടങ്ങൾ മറുചോദ്യം പോലും ചോദിക്കാതെ ഞാൻ സ്വന്തമായി കിട്ടി. നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും നിങ്ങളുടെ വീര്യത്തിനും ധൈര്യത്തിനും ആദരവായി ഞാൻ സമ്മാനിച്ച സ്വർണ്ണ കിരീടങ്ങളും പതക്കങ്ങളും സ്വന്തമായുണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടവരെ നമ്മൾ ആദരപൂർവമായ അന്ത്യയാത്ര നൽകിയാണ് സംസ്കരിച്ചത്. രക്തസാക്ഷികളായ ഇവിടെ തങ്കപ്രതിമകൾ മാസഡോണിയയിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. അവരുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും നമ്മൾ ആദരിക്കുന്നു. അവരെ രാജ്യത്തിന്റെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ പ്രായം കൊണ്ടും പരുക്കുകൾ കൊണ്ടും അവശരായ ചിലരെ മാത്രം ഞാൻ മടക്കി അയക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും തിരികെ പോകും. പക്ഷേ നിങ്ങൾ തിരികെ വീട്ടിലെത്തുമ്പോൾ അവിടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ചക്രവർത്തി അലക്സാണ്ടർ പേർഷ്യക്കാരെയും മേദ്യരെയും ബാക്ട്രിയക്കാരെയും ശകന്മാരെയും കീഴടക്കിയെന്ന്. ഉക്സിയൻസിനെയും അർക്കേഷ്യക്കാരെയും ഡ്രാങ്കിയൻസിനെയും കീഴ്പ്പെടുത്തിയ മനുഷ്യനാണെന്ന്. കാസ്പിയൻ കടൽ വരെ അധികാരം സ്ഥാപിച്ചവനെന്ന്. പാർത്തിയൻസിനെയും കൊറാസ്മിയൻസിനെയും ഹൈർക്കാനിയൻസിനെയും തോൽപ്പിച്ച് അവരുടെ ഭരണവും ഫിലിപ്പ് രണ്ടാമന്റെ മകൻ നേടിയെടുത്തുകൊണ്ടെന്ന്. കാസ്പിയൻ കവാടങ്ങളിലൂടെ കോക്കസസ് മലനിരകൾ കടന്ന് ഓക്സ്, തനായിസ് നദികൾ താണ്ടി നിങ്ങളുടെ ചക്രവർത്തി പടയോട്ടം നടത്തിയെന്ന്. ഹൈഡാസ്പീസ്, ഉസെൻസീസ്, ഹൈഡ്രയോട്ടീസ് നദികൾ കടന്നുപോയ അലക്സാണ്ടർ കൂടെയുള്ളവർ ഭയം കൊണ്ട് പിന്തിരിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഹൈഫാസീസ് നദിയും കടന്നു പോകുമായിരുന്നു എന്ന്. സിന്ധു നദിയും കടന്ന് മഹാസമുദ്രത്തിലെത്തിയ ഞാൻ ഇതുവരെ ആരും പടയോട്ടം നടത്തിയിട്ടില്ലാത്ത ഗാഡ്രൂഷ്യ മരുഭൂമി കടന്ന് കാർമേനിയൻ ഒറീഷ്യൻ വംശജരെ കീഴ്പ്പെടുത്തിയെന്നും നിങ്ങൾ പറയണം. നിങ്ങൾ തിരികെ ചെല്ലുമ്പോൾ പറയുക, നിങ്ങൾ കീഴടക്കിയ വിദേശികളുടെ സംരക്ഷണയിൽ അലക്സാണ്ടറെ ഉപേക്ഷിച്ച് നിങ്ങൾ മടങ്ങി വന്നുവെന്ന്. ഒരുപക്ഷെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ഈ പ്രവൃത്തി മഹത്വമുള്ളതും ദൈവങ്ങളുടെ ദൃഷ്ടിയിൽ ഭക്തിയുള്ളതുമായിരിക്കും. നിങ്ങൾ പുറപ്പെടുക.
ഓഫീസിലെ പ്രസംഗം വെറുമൊരു ചരിത്ര സംഭവമല്ല, മറിച്ച് വിയോജിപ്പിന്റെ സമയങ്ങളിൽ പോലും തന്റെ അനുയായികളെ പ്രചോദിപ്പിക്കാനും ഏകീകരിക്കാനുമുള്ള അലക്സാണ്ടറുടെ കഴിവിന്റെ തെളിവാണ്. ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തോട് വിരോധം വെച്ചിരുന്ന സൈനികർ അലക്സാണ്ടറോട് ക്ഷമ ചോദിക്കുകയും കൂടാതെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു.